ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി ഇന്ത്യയും ജമൈക്കയും യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമൈക്കൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തിനും കരീബിയൻ മേഖലയുമായുള്ള സഹകരണത്തിനും പുതിയ ഉണർവ് നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യം, സാംസ്കാരിക വിനിമയം, കായികം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇന്ത്യയും ജമൈക്കയും ധാരണാപത്രങ്ങൾ കൈമാറി. ജമൈക്കൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ഇന്ത്യ പ്രത്യേക പ്രാധാന്യം നൽകുന്നെന്ന് ശ്രീ മോദി പറഞ്ഞു. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. 5 മണിവരെ 65.48% പോളിംഗ് രേഖപ്പെടുത്തി. ജമ്മു കശ്മീരിലെ 7 ജില്ലകളിലെ 40 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 90 നിയമസഭാ സീറ്റുകളിലേക്ക് ഈ മാസം 5-നാണ് വോട്ടെടുപ്പ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാണ്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ 277-ാം വാർഷിക ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 32 ലക്ഷം പ്രതിരോധ പെൻഷൻകാരിൽ 30 ലക്ഷം പേരെ സ്പർശ് പോർട്ടലുമായി ബന്ധിപ്പിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്വച്ഛ് ഭാരത് മിഷന്റെ 10ാം വാർഷികം നാളെ. ന്യൂഡൽഹിയിൽ നാളെ നടക്കുന്ന വാർഷികാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9,600 കോടിയിലധികം രൂപയുടെ ശുചിത്വ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കൊല്ലം കൊട്ടാരക്കരയിൽ നിർവഹിക്കും. ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനമായ മാർച്ച് 30-ന് സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പരിപാടി. ഗാന്ധി ജയന്തിയുടെയും സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെയും ഭാഗമായി കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ നാളെ തൃശൂർ തളിക്കുളം ബീച്ചിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി പങ്കുചേരും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി നെഹ്റു യുവ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നാളെ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന ശുചീകരണ യജ്ഞം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കുമെന്നും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്രാക്ലേശം കുറയുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫറോക്കിൽ പുതുതായി നിർമ്മിച്ച പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ആദിവാസികൾക്ക് 100 ദിവസം കൂടി അധിക തൊഴിൽ നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ട്രൈബൽ പ്ലസ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം സൃഷ്ടിച്ച പഞ്ചായത്തിനുള്ള മഹാത്മാ ഗോത്ര സമൃദ്ധി പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നടക്കും. പോത്തൻകോട് ശാന്തിഗിരി ഫെസ്റ്റ് 3ാം പതിപ്പിന്റെ ഉദ്ഘാടനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ മാസം 9-ന് നിർവഹിക്കും. പ്രദർശന വ്യാപാരമേള, ഫ്ലവർ ഷോ, ഭക്ഷ്യമേള, കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. അടുത്ത മാസം 10 വരെ നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിന്റെ വിളംബരോദ്ഘാടനം മന്ത്രി GR അനിൽ നാളെ നിർവഹിക്കും. കോഴിക്കോട് നഗരത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ സരോവരം ബയോ പാർക്കിന്റെ നവീകരണത്തിനായി 2.19 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി നൽകിയതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഓപ്പൺ എയർ തിയേറ്റർ, ബയോ പാർക്കിനകത്തെ കല്ലുപാകിയ നടപ്പാത, റെയിൽ ഷെൽട്ടറുകൾ, കുട്ടികളുടെ പാർക്ക്, ചുറ്റുമതിൽ, മരം കൊണ്ടുള്ള ചെറുപാലങ്ങൾ, സെക്യൂരിറ്റി ക്യാബിൻ, കവാടം എന്നിവ നവീകരിക്കും. പാർക്കിൽ CCTV ക്യാമറ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ക്ഷീരസംഘങ്ങൾക്കായി ഓൺലൈൻ പാൽ സംഭരണ വിപണനത്തിനുള്ള ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനമായ ക്ഷീരശ്രീ പോർട്ടൽ ഈ മാസം 5-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കിയ പദ്ധതി. സാധുവായ ലൈസൻസുള്ള മത്സ്യബന്ധന യാനങ്ങൾക്ക് മാത്രമേ ഈ മാസം മുതൽ സബ്സിഡി മണ്ണെണ്ണ അനുവദിക്കുകയുള്ളൂവെന്ന് വിഴിഞ്ഞം ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ. മത്സ്യത്തൊഴിലാളികൾ യാനങ്ങളുടെ ഫിഷിംഗ് ലൈസൻസ് രേഖകളുടെ പകർപ്പ് മണ്ണെണ്ണ ബാങ്കുകളിൽ ഹാജരാക്കണം. ലൈസൻസ് സാധുത കാലഹരണപ്പെടുന്നതിന് 1 മാസം മുൻപ് തന്നെ അത് പുതുക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരത്ത് നടക്കുന്ന നവരാത്രി പൂജയ്ക്കായി പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹ എഴുന്നള്ളത്തിന് തുടക്കമായി. പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്ക മാളികയിൽ ഇന്ന് പുലർച്ചെ ഉടവാൾ കൈമാറ്റ ചടങ്ങ് നടന്നു. മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, VN വാസവൻ എന്നിവർ ആചാരപരമായി ഉടവാൾ ഏറ്റുവാങ്ങി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 11-ന് അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് FC ചെന്നൈയിൻ FC മത്സരം പുരോഗമിക്കുന്നു. ഹൈദരാബാദിലെ ഗച്ചിബൌളി സ്റ്റേഡിയത്തിലാണ് മത്സരം. ബംഗ്ലാദേശിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റിന്റെ വിജയം. ടെസ്റ്റിന്റെ പകുതിയിലേറെ ദിനങ്ങൾ മഴ അപഹരിച്ചതിന് ശേഷമാണ് ടീം ഇന്ത്യയുടെ അവിസ്മരണീയ ജയം.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.